കേട്ടറ്റ് ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു എലിജിബിലിറ്റി ടെസ്റ്റാണ്. ടീച്ചറാകാൻ താല്പര്യപ്പെടുന്നവർ അല്ലെങ്കിൽ BEdോ DLEdോ ഒക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പ്രൈം ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടറ്റ് പാസ്സാകുക എന്നുള്ളതാണ്. നമുക്കറിയാം കേട്ടറ്റ് 4 കാറ്റഗറികളിലായിട്ടാണ് നടത്തുന്നത്. കേട്ടറ്റ് 1ഉം 3ഉം 4ഉം നമുക്ക് വലിയ പ്രശ്നമില്ല. പക്ഷെ കേട്ടറ്റ് കാറ്റഗറി 2ല് നമ്മളെ ഒരു കൺഫ്യൂഷനിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു കാര്യം ഇരിപ്പുണ്ട്. അതായത് കേട്ടറ്റ് കാറ്റഗറി 2ല് ഒരു സബ്ജക്റ്റ് നമ്മൾ ചൂസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. സോഷ്യൽ സയൻസ് എടുക്കണോ അതോ സയൻസ് ആൻഡ് മാത്സ് കോമ്പിനേഷൻ എടുക്കണോ? ഇത് കേട്ടറ്റ് കാറ്റഗറി 2 എഴുതുന്ന എല്ലാവരെ സംബന്ധിച്ചും ഒരു ടെൻഷനാണ്. നമുക്കിപ്പോൾ കേട്ടറ്റ് കാറ്റഗറി 2 എഴുതാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താ, UPSC എഴുതണമെങ്കിൽ കേട്ടറ്റ് കാറ്റഗറി 2 വേണം. അപ്പോൾ എന്തായാലും ഇപ്പോൾ BEd കഴിഞ്ഞവരാണെങ്കിലും DLEd കഴിഞ്ഞവരാണെങ്കിലും ഈ ഒരു എക്സാം എഴുതാതെ വേറെ വഴിയില്ല. അപ്പോൾ നിങ്ങൾ ഏത് തിരഞ്ഞെടുക്കും? സയൻസ് ആൻഡ് മാത്സ് തിരഞ്ഞെടുക്കുമോ അതോ സോഷ്യൽ സയൻസ് തിരഞ്ഞെടുക്കുമോ? 60 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികളൊക്കെ വളരെ ടെൻസ്ഡ് ആയിട്ടാണ് ഈ ഒരു കാര്യത്തിൽ ഇരിക്കുന്നത്. അപ്പോൾ അതിനുള്ളൊരു വഴിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ സയൻസ് ആൻഡ് മാത്സ് എടുക്കണോ സോഷ്യൽ സയൻസ് എടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ കൺവീനിയൻസ് ആണ്. നിങ്ങൾക്ക് ഏത് വിഷയത്തിലാണ് കൂടുതൽ താല്പര്യം അല്ലെങ്കിൽ അറിവ് പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസം, ആ സബ്ജക്റ്റ് വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട്. ഉദാഹരണത്തിന് ഇപ്പം ആളുകൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ ഡിഗ്രിക്ക് സയൻസ് വിഷയങ്ങളായിരുന്നു അല്ലെങ്കിൽ മാത്സ് റിലേറ്റഡ് സബ്ജക്ട്സ് ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. മെയിൻ സബ്ജക്റ്റ് അതായിരുന്നു. അതുകൊണ്ട് കേട്ടറ്റ് കാറ്റഗറി 2ന് ഞാൻ സയൻസ് ആൻഡ് മാത്സ് കോമ്പിനേഷൻ എടുക്കാം. ഇനി അതല്ല, ഞാൻ ആർട്സ് വിഷയങ്ങളോ സോഷ്യൽ സയൻസ് വിഷയങ്ങളോ ആണ് ഡിഗ്രിക്ക് ചെയ്തത്, അതുകൊണ്ട് ഞാൻ സോഷ്യൽ സയൻസ് എടുക്കാം എന്ന് കരുതിയിരിക്കുന്നവരാണ് മെജോറിറ്റി വരുന്നവരും. അപ്പോൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് ഉണ്ടാവരുത്. അവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെ വേണം, ഈ സബ്ജക്റ്റ് എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റുമോ? ഇതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എനിക്കിത് സ്മൂത്ത് ആയിട്ട് ഇത് കൊണ്ടുപോകാൻ പറ്റുമോ? 60 മാർക്കിൽ ഒരു 50-ലധികം മാർക്ക് എനിക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഇത് ഏത് സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുന്നു എന്ന് തീരുമാനിക്കുമ്പോൾ നിങ്ങൾ ഫാക്ടേഴ്സ് ആക്കി വെക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡിഗ്രിക്ക് ഏത് സബ്ജക്റ്റ് പഠിച്ചു എന്നുള്ളതിനനുസരിച്ചിട്ടല്ല ഒരിക്കലും ഇത് ചൂസ് ചെയ്യേണ്ടത്. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ കൺവീനിയൻസ് ആണ് പ്രധാനം. ഇനി അടുത്ത കാര്യം, ഇത് എപ്പോൾ തീരുമാനിക്കണം ഈ സബ്ജക്റ്റ് ഏത് വേണമെന്ന്? ഇപ്പോൾ കേട്ടറ്റ് കാറ്റഗറി 2 എഴുതാൻ നിങ്ങൾ തീരുമാനിച്ചു, ഇത് പാസ്സാകണം എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. അടുത്ത UPSCയുടെ നോട്ടിഫിക്കേഷൻ ഡിസംബറിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ്. സോ നമുക്കിത് എഴുതിയേ മതിയാവുള്ളൂ. അപ്പോൾ ഇത് ഏത് തിരഞ്ഞെടുക്കണം എന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ടത് എപ്പോഴാണ്? ഇപ്പൊ തീരുമാനിക്കണം. അതായത് കേട്ടറ്റിന്റെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ജൂൺ മാസത്തിലോ മെയ് അവസാനമോ ഒക്കെ ആയിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. നോട്ടിഫിക്കേഷൻ വന്നിട്ടല്ല തീരുമാനിക്കേണ്ടത്, മറിച്ച് ഇപ്പോ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഈ നിമിഷം നിങ്ങൾ അനലൈസ് ചെയ്തോളുക എനിക്ക് ഏത് വേണം എന്നുള്ളത്. ഓക്കെ, എന്നിട്ടത് തീരുമാനിച്ചു വെക്കുക. ഒപ്പം അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടി നിങ്ങളൊന്ന് നോക്കുക. കേട്ടറ്റ് കാറ്റഗറി 2ന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുക. സയൻസ് ആൻഡ് മാത്സ് കോമ്പിനേഷനിൽ വന്ന ചോദ്യങ്ങളെ നോക്കുക. സോഷ്യൽ സയൻസിന്റെ ഭാഗത്ത് നിന്ന് വന്ന ചോദ്യങ്ങളെ നോക്കുക. എവിടെയാണ് നിങ്ങൾക്ക് ചോദ്യങ്ങൾ കാണുമ്പോൾ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നത്? അല്ലെങ്കിൽ കുഴപ്പമില്ല, എനിക്കിത് പഠിച്ചെടുക്കാൻ പറ്റും, സിലബസും കൂടിയൊക്കെ ഒന്ന് നോക്കിയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ളൊരു ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസിലേക്ക് നിങ്ങൾ എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ രീതിയിലുള്ള സബ്ജക്ട് തിരഞ്ഞെടുക്കുക. ഒരു കാര്യം എപ്പോഴും ആലോചിക്കുക, ഏത് തിരഞ്ഞെടുത്താലും സയൻസ് ആൻഡ് മാത്സ് എടുത്താലും സോഷ്യൽ സയൻസ് എടുത്താലും അതിന്റെ പെഡഗോജി പോർഷനും കൂടി നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. സബ്ജക്റ്റും കോണ്ടന്റും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു പെഡഗോജി പോർഷനും കൂടെ ചേർത്തിട്ടാണ് 60 മാർക്കിന്റെ ചോദ്യങ്ങൾ ഈ ഏരിയയിൽ ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ സയൻസ് ആൻഡ് മാത്സ് എടുക്കണോ സോഷ്യൽ സയൻസ് എടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കൺവീനിയൻസ് ആണ് പ്രധാനം. ഏത് വേണമെന്ന് എങ്ങനെ തീരുമാനിക്കും? നമ്മൾ PYQനെയും സിലബസിനെയും നോക്കി അതിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യങ്ങളുടെ ഡെപ്ത്, നിങ്ങൾ ഒരു PYQ മാത്രമായിരിക്കും ഇത് നോക്കുന്നത്. ലാസ്റ്റ് ഒരു 2-3 ഇയേഴ്സിന്റെ PYQ നിങ്ങൾ അനലൈസ് ചെയ്യുക. എന്നിട്ട് വേണം അതിൽ നിന്ന് എന്ത് തിരഞ്ഞെടുക്കാൻ, ഏത് സബ്ജക്റ്റിലേക്ക് പോകണം എന്നുള്ളത് തിരഞ്ഞെടുക്കാൻ. ഇപ്പോൾ പ്രധാനമായിട്ട് ഇത് പറയാനുണ്ടായ കാരണം നമ്മുടെ ലാസ്റ്റ് ഇയറിന്റെ ഒക്കെ കേട്ടറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ സയൻസ് മാത്സ് വിഷയങ്ങൾക്കൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് NCERT ലെവലിലാണ്. നമുക്കറിയാം കേട്ടറ്റ് കാറ്റഗറി 2 എന്ന് പറയുന്നത് UP സ്കൂൾ ടീച്ചർ ആകാനുള്ള എലിജിബിലിറ്റി ടെസ്റ്റ് ആണ് അല്ലേ. UP ക്ലാസ്സുകളിൽ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്ന ടീച്ചറിനോട് എലിജിബിലിറ്റി ടെസ്റ്റിൽ ചോദിച്ചത് എവിടുന്നാണ്? NCERTയുടെ ചോദ്യങ്ങൾ. അപ്പോൾ കേട്ടറ്റ് കാറ്റഗറി 1ലൊക്കെ ആണെങ്കിൽ നമ്മൾ EVSന്റെ ഭാഗത്ത് തെർമോഡൈനമിക്സിലെ ചോദ്യങ്ങൾ വരെ കണ്ടിട്ടുണ്ട്. തെർമോഡൈനമിക്സ് ഒക്കെ നമുക്കറിയാലേ, +1 +2 ക്ലാസ്സുകളിലെ കുട്ടികൾ കെമിസ്ട്രിയിൽ പഠിക്കുന്ന ടോപ്പിക്കുകൾ. അതൊക്കെയാണ് LP ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള കേട്ടറ്റ് കാറ്റഗറി 1ൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ കൃത്യമായി തന്നെ വളരെ ഡെപ്തിൽ അനലൈസ് ചെയ്യുക. ഒരു 2-3 വർഷത്തെ ചോദ്യ പേപ്പറുകൾ എടുത്ത് ഡിഫിക്കൽട്ട്
ഡിഫിക്കൽട്ടി ലെവൽ അനലൈസ് ചെയ്തതിന് മാത്രം ചൂസ് ചെയ്യുക. ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷമോ പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്തോ ഒന്നും തന്നെ നമുക്ക് ഇത് പിന്നീട് മാറ്റാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് വളരെ ഉചിതപൂർണമായിട്ടുള്ള ഒരു തീരുമാനം വേണം ഇതിനകത്ത് എടുക്കാൻ. അപ്പോൾ അതിൽ നിങ്ങൾ ഡിഗ്രിക്ക് എന്ത് പഠിച്ചു, നിങ്ങൾ പ്ലസ് ടുവിന് എന്ത് പഠിച്ചു, ഏത് പഠിക്കാനുള്ള ആ ഒരു താല്പര്യമായിരുന്നു ഉണ്ടായിരുന്നത്, ഇതൊന്നുമല്ല അവിടെ കാര്യം. ഇപ്പോൾ നമുക്കത് പഠിച്ചെടുക്കാൻ പറ്റുമോ, നമ്മുടെ പ്രായം, നമുക്ക് ഈ മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് അത് ഗ്രാസ്പ് ചെയ്യാനുള്ള ഒരു കഴിവ്, ഇതിനെയൊക്കെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വേണം ആ ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാനായിട്ട്. അപ്പം എന്ത് പറഞ്ഞാലും കേട്ടറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേട്ടറ്റിൻ്റെ ആ ഒരു വിധിയിൽ വന്നിട്ടുള്ള ഹർജികളൊക്കെ പുനഃപരിശോധിച്ച ശേഷം നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞത് എന്താണ്, 2028 ഓഗസ്റ്റ് 31 മുമ്പായിട്ട് എല്ലാവരും സർവീസിൽ ഇരിക്കുന്നവരാണെങ്കിലും സർവീസിലേക്ക് കയറാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിലും കേട്ടറ്റ് നിർബന്ധമായിട്ടും നേടിയെടുത്തിരിക്കണം. അപ്പോൾ UPSA കഴിഞ്ഞ UPSA എഴുതിയവരാണ്, അല്ലെങ്കിൽ അടുത്ത UPSA അപ്ലൈ ചെയ്യാൻ പോകുന്നവരാണ്, HSA ലിസ്റ്റിലുള്ളവരാണ്. ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റുകളൊക്കെ എല്ലായിടത്തും വന്നിട്ടുണ്ട്. അപ്പോൾ അതിലുള്ളവരാണ്, ഓൾറെഡി HSA ലിസ്റ്റിൽ പൊക്കോണ്ടിരിക്കുന്നവരാണ്. ഇനി ആരായിരുന്നാലും ശരി, നമുക്ക് കേട്ടറ്റ് 2ഉം 3ഉം ഒക്കെ കൂടിയേ തീരുള്ളൂ. സോ ഇതിൽ നിന്ന് നമുക്ക് സ്കിപ്പ് ചെയ്ത് പുറത്തേക്ക് പോകാനായിട്ട് സാധിക്കില്ല. സോ ഉചിതപൂർണമായിട്ടുള്ള തീരുമാനമെടുത്ത് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. എൻട്രിയിൽ നമ്മുടെ കേട്ടറ്റിന്റെ ഏറ്റവും പുതിയ ബാച്ചുകളൊക്കെ റണ്ണിങ് ആണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, പഠിക്കാം. കഴിഞ്ഞ കേട്ടറ്റ് പരീക്ഷയിൽ മികച്ച വിജയമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. നമുക്ക് ഇൻ സർവീസ് കേട്ടറ്റ് പരീക്ഷയും വരികയാണ്. അപ്പോൾ നന്നായി തന്നെ പ്രിപ്പയർ ചെയ്യുക. ഏത് വേണമെന്നുള്ളത് ഉചിതമായി തിരഞ്ഞെടുക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക്